കുറെ നാള് കൂടിയിട്ട് ഇന്ന് നമ്മള് പുട്ടും പഴവും പപ്പടവും ചായയും കൂടിയിട്ടാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ശരണി ചേച്ചിയുടെ ബർത്ത്ഡേക്ക് കേക്ക് ഒക്കെ വാങ്ങി നമ്മള് വീട്ടില് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് പോയിട്ട് സർപ്രൈസ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതാ. പക്ഷെ ചില സാങ്കേതിക തകരാറ് കാരണം അതിന് പറ്റിയില്ലായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് രാവിലെ നോക്കിയപ്പോ കേക്കിന്റെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ രണ്ടാമത് പോയി ശരിയാക്കിയിട്ട് വന്നു. ശരണി ചേച്ചിനെ ഞങ്ങള് മൈദയിലും മുട്ടയിലും അങ്ങ് കുളിപ്പിച്ചെടുത്തു. ശരണി ചേച്ചിനെ പേടിച്ച് ഞാൻ അടുക്കളവാതിൽ കുറ്റിയിട്ട് പുറത്തിറങ്ങി നിക്ക. കാരണം ഓടി വന്ന് കെട്ടിപ്പിടിച്ച പിന്നെ തീർന്നില്ലേ, മുട്ടയുടെ മണം പോവോ. ശരണി ചേച്ചി പോയി കുളിച്ചിട്ട് വന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. രണ്ടാമത് പോയി റീവർക്ക് ചെയ്തോണ്ട് വന്ന കേക്ക് ഇതാട്ടോ. അതൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യുമ്പോ ശരണി ചേച്ചി വിചാരിച്ചു കുളിച്ചിട്ട് വന്നതല്ലേ ഇനി ഉപദ്രവിക്കില്ലാന്ന്. പിന്നെ അങ്ങട്ട് തുടങ്ങിയില്ലേ. ആദ്യം ആന്റിക്കൊക്കെ കേക്ക് കൊടുത്തു കഴിഞ്ഞ് സമാധാനത്തിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂട്ടത്തില് വാവച്ചയും കൂടി വന്ന് ചേച്ചിയുടെ മുഖത്ത് കുറച്ചും കൂടി തേച്ച് വെച്ചു കേട്ടോ. പിന്നെ കേക്കൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ ഇതായിരുന്നു അവസ്ഥ, ഒരുമാതിരി പൊട്ടിയിട്ട പോലെ. പിന്നെ ഒന്നുകൂടെ പോയി വൃത്തിയായിട്ട് വന്നു കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു. ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പനീർ ഫ്രൈഡ് റൈസ്, വാവച്ച് ബിരിയാണി. നമുക്ക് പിന്നെ നോമ്പാണല്ലോ, വേറെ നിവർത്തിയില്ല. ഹോട്ടലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത്രയ്ക്ക് നല്ല ഫുഡായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ്. ബില്ല് വന്നപ്പോഴും ഞങ്ങൾ ചെറുതായിട്ട് നെട്ടിട്ടോ. ഫ്രൂട്ട് സലാഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് പോരാ. ഒരുമാതിരി വെള്ളം ഒഴിച്ച ഫ്രൂട്ട് സലാഡ് പോലെ ഉണ്ടായിരുന്നു. ശരണ ചേച്ചി അതാണ് ബാക്കിയോടെ വെച്ചിരിക്കണത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി കുറച്ചു നേരം കിടന്നൊക്കെ ഉറങ്ങി. നമ്മൾ വർക്കിന് പോണതിന് മുന്നേ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ പോയി. പൊല്യൂഷൻ ടെസ്റ്റ് എടുത്ത് നേരെ വർക്കിനും കയറി. വർക്കിന് കയറിയപ്പോ ഒരാള് വരണു പായസം കൊണ്ട്. മമ്മിക്കും പപ്പയ്ക്കും കൊടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വന്ന് അവർക്കും കൊടുത്തു. അപ്പൊ അത്രയോട്ടെ